സുഹൃത്തുക്കളെ, മുൻപത്തെ പ്രശ്നം ഒരു നിയമ ഭേദഗതിയിലൂടെ പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ കേന്ദ്ര സർക്കാർ ക്രിസ്ത്യാനികളെ ഇപ്പോൾ പറ്റിച്ചിരിക്കുന്നത്. മുൻപത്തെ പ്രശ്നം പരിഹരിക്കാൻ അങ്ങനെ ഈ നിയമം കൊണ്ട് മാത്രം സാധ്യമല്ലെന്നും സുപ്രീം കോടതിയിൽ വരെ ചിലപ്പോൾ പോകേണ്ടി വരുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു പറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? മുൻപത്തെ പ്രശ്നങ്ങൾ വളരെയേറെ കാലം പഴക്കമുള്ളതാണെന്നും ആ പ്രശ്നം പരിഹരിക്കാമെന്നും ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി പാർലമെൻറ്റിൽ നിയമം അവതരിപ്പിക്കുകയാണെന്നും അപ്പോൾ മുൻപത്തെ കുടിയിറക്കൽ ഭീഷണി നേരിടുന്നവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നും പറഞ്ഞ് പാർലമെൻറ്റിൽ ഉറപ്പുകൊടുത്ത കിരൺ റിജ്ജുവാണ് കഴിഞ്ഞ ദിവസം മുനമ്പത്ത് വന്നിട്ട് പറയുന്നത് ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമം കൊണ്ട് പരിഹരിക്കപ്പെടുന്നതല്ല. പിന്നെന്താണ് ഇത്രയും കാലം കേരളത്തിലെ ഗവൺമെൻറ്റും ജനങ്ങളും അതുപോലെ തന്നെ മറ്റ് ആളുകളുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ നിയമപ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ ഈ നിയമപരിഷ്കാരത്തിലൂടെ ഇത് പരിഹരിക്കപ്പെടാൻ കഴിയുകയില്ല, ഇതിനെക്കുറിച്ച് പഠിക്കണം, ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് അറിയണം, ആ സ്ഥിതി അറിഞ്ഞിട്ട് അവിടെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന ജനങ്ങളെ സഹായിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം, അതെത്രയും വേഗം വേണം എന്ന് ആവശ്യപ്പെടുന്ന കേരളത്തിലെ ഒരു അന്വേഷണ കമ്മീഷനെ അവിടെ വെച്ചു. ആ അന്വേഷണ കമ്മീഷനെ സിംഗിൾ ബെഞ്ച് അംഗീകരിച്ചില്ല. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ ഉത്തരവ് റദ്ദാക്കി. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് വീണ്ടും അന്വേഷണ കമ്മീഷനെ അവിടെ വെക്കുന്നതിന് തടസ്സമില്ല. അന്വേഷണം ഇപ്പോൾ ഊർജിതമായി നടക്കുകയാണ്. ഇതാണല്ലോ നമ്മുടെ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. മുൻപത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് കേരളത്തിലെ ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമാണെന്നും പറഞ്ഞല്ലോ. അത് ഈ പ്രവർത്തനങ്ങളിലൂടെ തെളിയുന്നതാണ്. എന്നാൽ ഇപ്പോൾ മുൻപത്തെ ജനങ്ങളും ഒരു കൂട്ടം സഭാ വിഭാഗങ്ങളും അവിടുത്തെ സമരസമിതിയും അതുപോലെ തന്നെ KCBCയുടെ പ്രതിനിധിയും ഒക്കെ ഇപ്പോൾ മീഡിയാസിനോട് പറയുന്നത് എന്താണ്? അന്ന് കിരൺ റിജ്ജു ഇങ്ങനെയാണ് പറഞ്ഞത്. പാർലമെൻറ്റിൽ അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു, ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി ഈ നാട്ടിലെ കുടിയിറക്ക് ഭീഷണി നേരിടുന്ന മുൻപത്തെ 600-ൽ ചില്ലുവാനും വരുന്ന ആളുകളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. ഇപ്പോൾ പറയുന്നു അത് പറ്റില്ല. പാർലമെൻറ്റിൽ പറ്റും എന്ന് ആ ബില്ല് അവതരിപ്പിച്ച കിരൺ റിജ്ജു ആണ് പറഞ്ഞത്. പാർലമെൻറ്റിൽ അത് പറ്റും, മുൻപത്തെ ആളുകൾക്ക് ഇതിലൂടെ സഹായം ലഭിക്കും, മുൻപത്തെ ആളുകളുടെ പ്രശ്നം ഇതോടെ തീരും. ഇപ്പോൾ അതേ മന്ത്രി തന്നെയാണ് മുൻപത്ത് വന്ന് നിന്നിട്ട് പറയുന്നത് ഇത് അങ്ങനെ തീരില്ല, ഇത് ഈ നിയമ ഭേദഗതിയിലൂടെ തീരുന്ന പ്രശ്നമല്ല, ഇത് സുപ്രീം കോടതിയിൽ വരെ ചിലപ്പോൾ പോകേണ്ടി വരും, പോയി മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. പിന്നെ എന്തിനാണ് ഈ ജനങ്ങളെ എല്ലാവരെയും കബളിപ്പിച്ചത്? പിന്നെന്തിനാണ് അവരോട് പറഞ്ഞത് ഈ നിയമനിർമ്മാണത്തിലൂടെ അവരുടെ പ്രശ്നം പരിഹരിക്കുമെന്ന്? എന്നിട്ട് ആ നിമിഷം വരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ പറയുന്നത് എന്താണ്? ഈ BJPക്കാർ മുതലെടുപ്പുകാരല്ലേ? ഈ BJPക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? ആട്ടിൻതൊല്ലിട്ട ചെന്നായ്ക്കളെ പോലെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെയും അവിടെയുള്ള കുടിയിറക്ക് ഭീഷണി നേരിടുന്ന പാവങ്ങളെയും പറഞ്ഞു പറ്റിച്ചിട്ട് അവർക്ക് മെമ്പർഷിപ്പും ഒക്കെ കൊടുക്കാൻ അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് അവിടെ ചെല്ലുന്നു, അവിടെ കുറേ ആളുകൾ കൂടുന്നു. ഇപ്പോൾ മുനമ്പം പ്രതിഷേധ സമിതിയുടെ സമരസമിതിയുടെ കൺവീനർ പറയുന്നു, ഞങ്ങൾക്ക് അബദ്ധം പറ്റി, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു, കേന്ദ്ര ഗവൺമെൻറ് BJP ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നു. അപ്പോൾ അവർ പുനരാലോചനയ്ക്ക് തയ്യാറാവുകയാണ്. ഇനി എന്താണ് പോംവഴി? അവർ പറയുന്നു, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, നീണ്ടു നിൽക്കുന്ന സമര വ്യവഹാരങ്ങൾക്കുള്ള പണം ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളെങ്ങനെ ഇതുമായി മുന്നോട്ട് പോകും എന്ന് അവർ വിലാപസ്വരത്തിൽ പറയുകയാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വഖഫ് നിയമ ഭേദഗതി കൊണ്ട് ഈ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഗുണവും ഇതിലൂടെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് പരിഹരിക്കണമെങ്കിൽ സുപ്രീം കോടതിയിലാണ് പോകേണ്ടതെങ്കിൽ എന്തിനാണ് ഇവർ ഈ നിയമം പാസ്സാക്കിയത്? ഇവിടെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ
വലിയ സഹകരണത്തോടെ ജീവിച്ച് വരികയാണല്ലോ. പിന്നെ ഇവരുടെ ഇടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക, എന്നിട്ട് ആ സ്പ്ലിറ്റിലൂടെ മുതലെടുക്കുക. ആ മുതലെടുപ്പിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ തങ്ങളോടൊപ്പം നിർത്തുക. മറ്റൊരു ഗതിയുമില്ലല്ലോ. ഇവർക്കിപ്പോൾ അധികാരത്തിൽ കേരളത്തിൽ എത്തണമെങ്കിൽ ജനങ്ങളുടെ വിശ്വാസം വേണം. ജനങ്ങളുടെ വിശ്വാസം വേണമെങ്കിൽ ജനങ്ങളെ കബളിപ്പിച്ച് അവരുടെ കൂടെ നിർത്തണം. അങ്ങനെയാണല്ലോ സുരേഷ് ഗോപി അവിടെ തൃശ്ശൂർ ജയിച്ചത്. കബളിപ്പിച്ച് കൂടെ നിർത്തുകയായിരുന്നല്ലോ. പള്ളിക്ക് അത് കൊടുക്കാമെന്ന് പറഞ്ഞു, മാതാവിൻ്റെ തലയിൽ കിരീടം കൊടുക്കാമെന്ന് പറഞ്ഞു, അവസാനം ഒരു ചെമ്പ് കിരീടം കൊണ്ട് കൊടുത്തു, കൊല കൊണ്ട് കൊടുക്കുന്നു, ആ ആരാധന നടത്തുന്നിടത്തെല്ലാം അവിടെ എല്ലാം വികൃതമാക്കുന്നു. ഇയാൾക്ക് ഏത് വിശ്വാസമാണെന്ന് പോലും ഇപ്പോൾ അറിയില്ലല്ലോ. ഹിന്ദു വിശ്വാസി, തത്വ അധിഷ്ഠിതമായ ഹിന്ദു വിശ്വാസി എന്തിനാണ് പള്ളിയിൽ പോയി കൊല കൊടുക്കാൻ പോകുന്നത്? ആ ജനങ്ങളുടെ അടുത്ത് ഇയാളുടെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചോദിച്ചാൽ പോരെ. അപ്പോൾ മനുഷ്യരെ കബളിപ്പിക്കുക. ഈ കബളിപ്പിക്കലിനെല്ലാം നിന്നുകൊടുക്കുന്ന ഒരു വിഭാഗം വിഡ്ഢികളായ ക്രിസ്ത്യാനികൾ, KCBC-ക്കാർ, KCBC-യുടെ മെത്രാന്മാർ, കുറച്ച് അച്ഛന്മാർ, ഇവരെല്ലാവരും ഈ BJPയെ വിശ്വസിക്കുകയാണ്. ഈ BJPയാണ് അവരുടെ രക്ഷകൻ. എന്തൊരു ആക്ഷേപകരമായ കാര്യമാണിത്. എന്നെങ്കിലും കുറുക്കനാവുമോ? അതിൻ്റെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന നീലം മുഴുവൻ പോയി കഴിഞ്ഞാൽ അത് കുറുക്കൻ്റെ രൂപമല്ലേ കാണിക്കത്തുള്ളൂ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒരു കുറുക്കൻ കോഴിക്കൂടിന് കാവൽ നിൽക്കുന്നത്? അതുപോലെയല്ലേ BJPക്കാർ ന്യൂനപക്ഷക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികൾക്ക്, മുസ്ലിങ്ങൾക്ക് കാവൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? ഇത്തരം അബദ്ധങ്ങളിൽ പണ്ട് മുതലേ ചെന്ന് പെടുന്ന ഒരു സമൂഹമായി ക്രിസ്ത്യൻ സമൂഹം അകപ്പതിച്ചിരിക്കുന്നു. ഇതിൻ്റെ ഫലമോ ദൂരവ്യാപകമായ ദോഷം ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്കുണ്ടാകാൻ പോകുന്നു. അല്ലാതെ ഇവിടുത്തെ ഈ പുരോഹിതന്മാർക്കോ അല്ലെങ്കിൽ ഈ KCBC-യിലെ മെത്രാന്മാർക്കോ അവരെന്തിനാണ് പേടിക്കുന്നത്? അവരാരെയാണ് പേടിക്കുന്നത്? ഈ ജനങ്ങളുടെ തലയെണ്ണി പിടിച്ചുകൊണ്ടാണല്ലോ ഇവരെല്ലാം ഈ സ്ഥാപനങ്ങളെല്ലാം ഇവിടെ നടത്തുന്നത്. പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് എന്തിനാണ് മറ്റൊരു രക്ഷകൻ? ക്രിസ്തുവല്ലേ രക്ഷിക്കുന്നത്. അപ്പോൾ ഈ BJPയെ രക്ഷകനായി സ്വീകരിച്ചത് ആ ആ നേതൃത്വത്തിൻ്റെ അന്ധമായ വിശ്വാസമല്ലേ? ആ വിശ്വാസമല്ലേ ഇപ്പോൾ ഇവിടെ അപകടപ്പെട്ടിരിക്കുന്നത്? വിശ്വാസം രക്ഷിക്കും എന്ന് പറഞ്ഞിട്ട് ആ വിശ്വാസം രക്ഷിക്കുന്നില്ല എന്ന് അവിടുത്തെ സമരസമിതിയുടെ കൺവീനർ പറയുന്നു, KCBC-യുടെ വക്താവായ പുരോഹിതൻ പറയുന്നു. ഇപ്പോൾ ആ നിയമം പാർലമെൻറ്റിൽ കൊണ്ടുവന്ന മന്ത്രി തന്നെയും പറയുകയാണ്, ഇനിയും കേസുകൾ നടത്തി വേണം നമുക്കിത് ശരിപ്പെടുത്തിയെടുക്കാനെന്ന് പറയുമ്പോൾ ഇവർ വഞ്ചകരല്ലേ? ഇവരെ വിശ്വസിക്കാൻ കൊള്ളാം? കേരളത്തിലെ ജനങ്ങൾ ആലോചിക്കട്ടെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ആലോചിക്കട്ടെ. വെറുതെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ കലഹിക്കാനും പരസ്പരം രക്തച്ചൊരിച്ചിൽ നടത്താനും അവരുടെ ഇടയിലുള്ള ഐക്യവും സ്നേഹവും ബന്ധങ്ങളും നശിപ്പിക്കാനുമല്ലേ ഈ ശ്രമങ്ങളെല്ലാം നടത്തിയത്? ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായല്ലോ, അതല്ലേ സത്യം.